ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എന്താണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നെക്സ്റ്റ് എടുക്കാനായിട്ട് പോകുന്ന ഒരു ആക്ഷൻ എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോയിക്കൊള്ളുക. അപ്പോൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ഫാമിലി പോലെ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം. ഇനി നിങ്ങൾ മാരേജ് ചെയ്തിട്ടില്ല എങ്കിലും അതുപോലെയുള്ള ദൃഢമായിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം എന്നുള്ളതാണ്. അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണർ ആയിട്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കണ്ടിരിക്കുന്നത്. കാരണം അത്തരം ഒരു എനർജി തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഫാമിലി ആയിട്ട് കാണുന്നു. അത്രയും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പേഴ്സൺ. ചൈൽഡ്ഹുഡ് ട്രോമാസ് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം ഇവർ. അപ്പോൾ ഈ വ്യക്തിക്ക് എന്തൊക്കെയോ തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റീസ് ഉള്ള ഒരു പേഴ്സണാണ്. പക്ഷേ അവരത് വെളിയിൽ കാണിക്കണമെന്നില്ല. ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മറ്റാർക്കും ഇവർക്ക് ഇത്തരം ഒരു ഇൻസെക്യൂരിറ്റീസ് ഉണ്ടെന്ന് അറിയില്ല എങ്കിലും നിങ്ങൾക്ക് അത് അറിയാമായിരിക്കും. അതായത് ഈ ഒരു പേഴ്സൺ ഒരു വിക്ടിം മെന്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് പല കാര്യങ്ങളിലും ഞാനാണ് ഇര എന്ന രീതിയിൽ പെരുമാറുന്ന ഒരു വ്യക്തി ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ മാത്രമായിരിക്കില്ല, പല കാര്യങ്ങളിലും അവർ സ്വയമേ വിചാരിക്കുന്നത് അയ്യോ ഞാൻ പാവമായതുകൊണ്ടായിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ എന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ പറയുന്നു എന്ന രീതിയിലുള്ള ഒരു എനർജിയിലുള്ള ഒരു വ്യക്തിയാണ്. അതായത് ഞാൻ സ്വന്തം വ്യക്തിയുമാണ്, ഞാനാണ് സഹിക്കുന്ന ഒരു വ്യക്തി, സാക്രിഫൈസ് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ. ചിലപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്താൽ പോലും അവര് നിങ്ങളെ സഹിച്ച പല കാര്യങ്ങളും സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു എന്ന രീതിയിൽ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അത് മാത്രമല്ല, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാത്ത ആരൊക്കെയോ ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനോട് അസൂയ തോന്നിയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകാം. അതൊരു പക്ഷേ നിങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട്സോ മറ്റാരെങ്കിലുമോ ഫാമിലിയിൽ നിന്നുള്ള ആരെങ്കിലുമോ റിലേറ്റീവ്സോ മറ്റു വ്യക്തികളൊക്കെ ആകാം. ചിലപ്പോൾ പുറമേ അവരത് നിങ്ങളോട് കാണിച്ച് എന്ന് വരില്ല, പുറമെ വളരെ സ്നേഹത്തോടു കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഇഷ്ടമാണെന്നുള്ള ഒരു രീതിയിലായിരിക്കാം ഈ വ്യക്തികൾ നിൽക്കുന്നത്. പക്ഷെ വളരെ അസൂയോടുകൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കാണുന്ന വ്യക്തികളാണിവർ. അതായത് നമ്മൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്ന രീതിയിൽ പെരുമാറുന്ന വ്യക്തികളില്ലേ, ആ ഒരു ആറ്റിറ്റ്യൂഡ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒപ്പമാകാം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ആകാം ഈ ഒരു വ്യക്തി ഉള്ളത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഒരുപാട് പേർക്ക് അസൂയ തോന്നുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. ചിലപ്പോൾ ഫാമിലിയൊക്കെ ആണെങ്കിൽ എത്ര നല്ല ഒരു ഫാമിലിയാണ് എന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കണ്ണുവെച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അല്ലെങ്കിൽ അവരെ കണ്ടു പഠിക്കൂ എന്ന രീതിയിൽ ആളുകൾ പറയാൻ തക്ക രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ലെവലിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ ഇടപെടലുകൾ, ഈ പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലുകൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കൂടുതൽ സങ്കീർണമാക്കി തീർത്തു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിലും അവർക്കൊരു 100% ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആണ് എന്ന രീതിയിൽ ചിന്തിക്കാനായിട്ട് അവർക്ക് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഒരു ഏജ് കൂടുതലുള്ള വ്യക്തി ആയിരിക്കാം. എങ്കിൽ കൂടിയും പല കാര്യങ്ങൾക്കും ഇവർക്കൊരു ഇൻസെക്യൂരിറ്റീസ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇവര് അത്രയും ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനോ ഈ ഒരു ഇൻസെക്യൂരിറ്റീസ് കൊണ്ട് അവർക്ക് പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പൊ കുറച്ചുകൂടി സപ്പോർട്ടൊക്കെ നിങ്ങൾ കൊടുത്തിട്ട് കൈപിടിച്ച് അവരെ നടത്തുന്ന ഒരു രീതിയിൽ ചിലപ്പോൾ ഇവര് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എങ്കിൽ കൂടിയും അവർക്ക് ഈ ഒരു ചൈൽഡിഷ് ബിഹേവിയർ കൂടി ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കാം. അതറിഞ്ഞുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്ത് ഏത് പ്രതിസന്ധികളിലും കൈപിടിച്ച് നിൽക്കുന്നത് നിങ്ങളായിരുന്നിരിക്കാം. ഇങ്ങനെയൊക്കെ പോയിരുന്നെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ
സാറ്റിസ്ഫൈഡ് അല്ല എന്ന രീതിയിൽ ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് പോലും ഇഷ്ടമില്ലാത്ത ഈ ഒരു പേഴ്സന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു വിക്ടിം മെന്റാലിറ്റിയാണ്. വഴക്കുകൾ തുടങ്ങുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഈ ഒരു പേഴ്സൺ തന്നെയായിരിക്കും. കൂടുതലായിട്ടും ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതും ഇവർ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ അവരെ ഒട്ടും ഹർട്ട് ചെയ്യാത്ത രീതിയിൽ നൈസായിട്ട് പറയാൻ വരെ ശ്രമിച്ച് നോക്കിയിട്ടുണ്ടാകാം. പക്ഷെ ഇവര് വെട്ടി തുറന്ന് എല്ലാം പറയും. എന്നിട്ട് ലാസ്റ്റ് ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലും ഇവരൊരു വിക്ടിം ആണെന്ന രീതിയിൽ ആയിരിക്കും ഇവർ സംസാരിക്കുക. അപ്പൊ അവര് പാവമാണ്, നിങ്ങളാണ് വെറുതെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് അവർ പറയുകയും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നിക്കുന്ന രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനും ഇവർക്ക് നല്ല കഴിവാണ്. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്രയും ഒരു ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് ഈ ഒരു പേഴ്സന്റെ. ഇത് ഇവർക്ക് വന്നിട്ടുള്ളത് ഇവരുടെ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ ആ ഒരു ചൈൽഡ്ഹുഡ് ട്രോമാസ് ഫേസ് ചെയ്തതിൽ നിന്നായിരിക്കാം ഇതിലേക്ക് ഇവർ വന്നിട്ടുള്ളത്, ഒരു വിക്ടിം മെന്റാലിറ്റിയിലേക്ക് വന്നിട്ടുള്ളത്. എവിടെ നിന്നാലും അവരെ കുറിച്ച് മാത്രമായിരിക്കും അവർ ചിന്തിക്കുക. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്ത് വരുന്നോ അല്ലെങ്കിൽ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്ത് വരുന്നോ ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. തന്നെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും തൻ്റെ കാര്യങ്ങൾ ഓക്കെ ആക്കാനുമായിരിക്കും അവർ ശ്രമിക്കുന്നത്. അപ്പം എങ്ങനെ നോക്കിയാലും ലാസ്റ്റ് തെറ്റ് അവരുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയ കൂടിയും അല്ലെങ്കിൽ കുറച്ച് ഞാനിപ്പോൾ കുറച്ച് ഓവറായി പോയി എന്ന് തോന്നിയാലും തെറ്റ് എപ്പോഴും അല്ലെങ്കിൽ ആ ഒരു പഴി കൊണ്ടുവയ്ക്കുന്നത് വേറെ ആരുടെയെങ്കിലും തലയിൽ വെക്കുക എന്ന രീതിയിലാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഇതിലേക്ക് അവരതങ്ങ് പഴി ചാരും എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ പറഞ്ഞു വരുമ്പോൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഇവര് വളരെ ഇന്നസെന്റ് ആണ് എന്ന രീതിയിൽ പെരുമാറി അത് വലിപ്പിച്ച് മറ്റുള്ളവരെ ധരിപ്പിക്കാനും ഇവർക്ക് പ്രത്യേക ഒരു കഴിവുമുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണെ ഒട്ടും തന്നെ ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങൾ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന പോലത്തെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഇവരുടെ കാര്യങ്ങൾ അത്രയും അങ്ങ് ശ്രദ്ധിക്കുന്നില്ല, അവർക്കൊരു സപ്പോർട്ട് കൊടുക്കുന്നില്ല എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ചിലപ്പോൾ നിങ്ങളത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം. അതിന്റെ കാര്യം പല നാളുകളായിട്ട് ഈ ഒരു പ്രോപ്പർ ഡിസിഷൻ എടുക്കാതെ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തരാതെ നിങ്ങളെ എങ്ങനെ കബളിപ്പിച്ച് വട്ടം കറക്കി കൊണ്ടുവന്നിട്ടുണ്ടാകുക ഈ ഒരു പേഴ്സൺ. അതൊക്കെ തന്നെയായിരിക്കാം നിങ്ങളിപ്പോ ഈ പേഴ്സണ് ഒരു വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതിരിക്കുന്നത്. കാരണം ഇനി ഇവരുടെ പുറകെ നടന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് എൻ്റെ അടുത്ത് കാണിക്കുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും നിങ്ങളുടെ മനസ്സിന്. കാരണം നമ്മൾ കുറേ ഒരാളുടെ പുറകെ നമ്മൾ കുറേ നടന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാളുടെ കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആർക്കാണേലും എടുക്കും. അപ്പൊ ഇനിയിപ്പോൾ അവരെന്നാന്ന് വെച്ചാൽ കാണിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പോയിട്ടുണ്ടാകും. അത് അറ്റൻഷൻ പിടിച്ചു പറ്റാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവർക്ക് എപ്പോഴും ആരുടെയെങ്കിലും അറ്റൻഷൻ വേണം. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിനുള്ളിലാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അറ്റൻഷൻ ഇവർക്ക് വേണം. അപ്പൊ ആ അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് മര്യാദയ്ക്ക് ഇരിക്കുമോ? അതും ഇല്ല. അപ്പൊ അത് അറ്റൻഷൻ നമ്മൾ കൊടുക്കും തോറും ഇവർ നമ്മളെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അവഗണിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇവരുടെ ഇത്. അപ്പൊ അറ്റൻഷൻ കിട്ടാതെ വന്നു കഴിയുമ്പോൾ ഇവർക്ക് ഒരു രക്ഷയില്ല, അവർക്കത് വേണം എന്നൊരു രീതിയിലാണ്. അപ്പൊ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങും. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു അവഗണന ഇവർ കാണിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പിൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഇന്റർഫറൻസ് ഒക്കെ വന്നിട്ടും ഉണ്ടാകാം. അവർ ഒരിക്കലും നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് നിന്നിട്ടില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തൊരു സ്നേഹത്തിന് ഒരു നന്ദി പോലെ അല്ലെങ്കിൽ ഒരു സ്നേഹമോ ഒന്നും തിരിച്ചു തന്നിട്ടില്ല. പക്ഷെ അവർക്ക് നിങ്ങളുടെ സ്നേഹം വേണമെന്ന്, അതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ചിലപ്പോൾ നിങ്ങൾ സപ്പോർട്ടായിട്ട് സ്നേഹമായിട്ടൊക്കെ നിന്നാൽ പോലും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു വിടാനാണ് ഇവർ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ കിട്ടും എന്നാൽ കിട്ടില്ല, ഇപ്പൊ കിട്ടും, ആ ഒരു രീതിയിലാക്കാനായിട്ട് ഭയങ്കര കഴിവുള്ള ഒരു കണ്ണിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇവര്. അപ്പൊ നമ്മൾ ഇപ്പൊ കിട്ടും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഓക്കെ ആവും, നല്ല രീതിയിൽ പോകും എന്ന രീതിയിൽ നമ്മളെ അതിൽ കടിച്ചു തൂക്കിയിടാനായിട്ട് നല്ല കഴിവുള്ള ഒരു പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ പിന്നെ നിങ്ങൾ ഇവരുടെ പുറകെയൊക്കെ ആദ്യ സമയങ്ങളിലൊക്കെ ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പരിഗണനയ്ക്ക് വേണ്ടിയോ ഒക്കെ നിങ്ങൾ ഇവരുടെ പുറകെ നിന്നിട്ടുണ്ടാകും കുറേ നാള്. അപ്പൊ അങ്ങനെ നിങ്ങളെ അവരുടെ ഇതുപോലെ വട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ കൊണ്ടുനടന്നിട്ടുണ്ടാകാം. അതാണ് അവരുടെ ഏറ്റവും വലിയൊരു ക്രൈസ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിലാണ് സന്തോഷവും. അപ്പൊ അങ്ങനെ കൊണ്ടു നടന്നിട്ടുണ്ടാകും. അപ്പൊ ആ സമയത്ത് നിങ്ങൾ പുറകെ ചെല്ലും ദൂരം അവർക്ക് അവരിലേക്ക് മാത്രമാണ് അറ്റൻഷൻ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർ വളരെ ഹാപ്പി ആയിട്ട് നിന്നിരുന്നു. ഇപ്പൊ നിങ്ങൾ അവരുടെ പുറകെ പോകുന്നില്ല, അവർക്കൊരു അറ്റൻഷൻ കിട്ടുന്നില്ല. ചിലപ്പോൾ അത് മനഃപൂർവ്വമായിട്ട് ഇതുപോലെ നിങ്ങൾ മടുത്തത് കൊണ്ടായിരിക്കാം. വേണമെങ്കിൽ എൻ്റെ പുറകെ വരട്ടെ,
എന്ന് ചിന്തിച്ച് നിങ്ങളെ മടുത്ത് ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾ വിട്ടിട്ട് പോയതായിരിക്കും. അപ്പോൾ അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വേണേ എൻ്റെ പുറകെ വരട്ടെ, ഞാൻ ഇത്ര നാളും നടന്നില്ല എന്ന രീതിയിൽ പോയതുമായിരിക്കാം. അതുപോലെ ഇവര് ശരിക്കും നിങ്ങളോട് മുന്നൊക്കെ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പരസ്പരം അകന്ന വ്യക്തികളോട് പെരുമാറുന്നത് പോലെ പെരുമാറിയിട്ടുണ്ടാകും നിങ്ങളുടെ അടുത്ത്. നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ സ്നേഹത്തിലാണ്, നിങ്ങളെ അവർക്ക് ഇഷ്ടമാണോ, അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ, അതൊക്കെ ഓക്കെ. എങ്കിൽ പോലും ചില സമയങ്ങളിൽ വളരെ ഡിസ്റ്റൻസ് ഇട്ട് ഒരു ബന്ധവുമില്ലാത്ത വ്യക്തികളോട് പെരുമാറുന്നത് പോലെ പെരുമാറിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവഗണിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ. അപ്പോൾ ചിലപ്പോൾ ലെസ് കോണ്ടാക്ട് നൽകിയിട്ടുണ്ടാകാം, അവർക്ക് തോന്നുമ്പോഴൊക്കെ സംസാരിക്കുന്ന രീതിയിലേക്ക്. പർപ്പസ്ഫുള്ളി ഇവരിത് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചിലപ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പിന്നാലെ ഉണ്ടാകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉണ്ടാകുമെന്നായിരുന്നു ഇത്രയും നാളും അവരുടെ ഒരു വിശ്വാസം. എന്ത് വന്നാലും എന്നെ ഇട്ടിട്ട് പോകില്ല എന്നായിരുന്നു വിശ്വാസം. പക്ഷെ നിങ്ങളിപ്പോൾ നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. ഞാൻ ഈ ആദ്യം പറഞ്ഞതുപോലെ തന്നെ അധികമായ അമൃതം വിഷമാന്ന് പറഞ്ഞ പോലെ കുറെ നാള് നിങ്ങൾ അതിൽ നിന്നു, നിങ്ങളും അടുത്തു, നിങ്ങളത് വിട്ടു. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവർക്ക് ഇപ്പൊ ആ ഒരു ചിന്ത മാറി. ഇപ്പൊ അവർക്ക് നിങ്ങളെ എങ്ങനെയാലും കൊണ്ടുവരണം, അപ്പൊ ഇവരുടെ പുറകെ ഉണ്ടാകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവര് ജാടയൊക്കെ കാണിക്കും, എന്നാലും നിങ്ങൾ പുറകെ ചെല്ലണം, ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്കുള്ളത്. അപ്പൊ ഇനി ഇപ്പൊ നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള സമയത്താണെങ്കിലും അവരിലേക്കുള്ള ഒരു ഫോക്കസ് അല്ലെങ്കിൽ അറ്റൻഷൻ കുറച്ച് കുറഞ്ഞു എന്ന് ഇവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി എന്ത് ചെയ്യുന്ന വെച്ചാൽ ചിലപ്പോൾ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പൊ അങ്ങനെ കോൺഫ്ലിക്ട്സുകളൊക്കെ നമ്മൾ സാധാരണ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു രമ്യതയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറുകയും കുറച്ച് അറ്റൻഷൻ സപ്പോർട്ടൊക്കെ കൂടുതലായിട്ട് കൊടുക്കും. അപ്പൊ ആ ഒരു കൂടുതൽ കെയർ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കംപ്ലീറ്റ് ഫോക്കസ് അവർക്ക് കിട്ടണമെന്നാണ് ഈ ഒരു പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ്. അങ്ങനെയാണ്. അപ്പം നിങ്ങൾ അവരെ നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാം അവർക്ക് അറിയാം. പക്ഷെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവരെക്കാൾ ഒരു പടി ഉയർന്നു നിൽക്കുവാണെങ്കിൽ അവർക്കത് താല്പര്യമുള്ള കാര്യമല്ല. അതായത് ചില ആളുകൾ മറിച്ചാണ് ചിന്തിക്കുക, തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ളവർ കൂടുതൽ ഉയർന്ന് നല്ല രീതിയിലേക്ക് പോയിക്കോട്ടെ, അത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ്. പക്ഷെ ഈ ഒരു വ്യക്തി അങ്ങനെയല്ല. എപ്പോഴും ഈ ഒരു പാർട്ട്ണർ എൻ്റെ തൊട്ട് ബാക്കിൽ അല്ലെങ്കിൽ എൻ്റെ തൊട്ട് പുറകിൽ നിന്നാൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക്. ഈ ഒരു പേഴ്സൺ ഒരു വളരെ സെൽഫിഷ് ആയ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അവര് മികച്ചു നിൽക്കണം, നിങ്ങൾ അതിന്റെ കീഴിൽ നിൽക്കണം. ഒരു പക്ഷേ അവരെക്കാൾ നിങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ കംപ്ലീറ്റ്ലി കൈവിട്ട് കളയുമോ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഉപേക്ഷിച്ച് പോകുമോ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു പേടി കൊണ്ടായിരിക്കാം. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ ചൈൽഡ്ഹുഡ് ട്രോമാസ് അവർക്കുണ്ടായിരുന്നെന്ന്. അപ്പൊ ആ ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് അവർക്കുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അത്. അപ്പൊ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായാൽ അവർ കൺഗ്രാറ്റ്സ് ഒക്കെ ചെയ്യുമെങ്കിലും മനസ്സിൽ അവർക്ക് ഒട്ടും തന്നെ ഒരു താല്പര്യം ഉണ്ടാകണമെന്നില്ല. അതാണ് നമുക്കിവിടെ കാണാൻ ഈ ഒരു പേഴ്സന്റെ ബിഹേവിയർ ആയിട്ട് കാണാനായിട്ട് വരുന്നത്. എത്ര സ്നേഹവും കെയറിങ് കിട്ടിയാലും അവർ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാതാണ്. ഇനിയും പോരാ എന്നൊരു തോന്നലാണ് അവർക്ക് മനസ്സിലുള്ളത്. അപ്പം 100% നിങ്ങളുടെ സ്നേഹം അവർ സമ്മതിച്ച് ഒരിക്കലും തരില്ല. പക്ഷെ അവർക്കറിയാം നിങ്ങൾ നല്ല ജെന്യൂൻ ആയിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നതെന്നും 100% അവരെ സ്നേഹിക്കുന്നുണ്ട്, വളരെ ഇന്നസെന്റ് ആണ് എന്നൊക്കെ അവർക്കറിയാമെങ്കിലും അവരൊരിക്കലും അത് സമ്മതിച്ചു തരില്ല. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളെ അവർ സ്പൈ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ നോ കോണ്ടാക്ട് ലെസ് കോണ്ടാക്റ്റിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളെ അവർ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട്. അപ്പം കാരണം നിങ്ങളിപ്പം മാറി നിൽക്കുന്നുണ്ടാവാം, അത് എന്തുകൊണ്ടാണ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് അവർ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ ഒന്ന് പഠിച്ചിട്ടൊക്കെ വരട്ടെ ഈ വ്യക്തി, അല്ലെങ്കിൽ ഞാനില്ല, എൻ്റെ സ്പേസ് അവിടെ ഇല്ലാതെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യുമെന്നൊന്നും അറിയാം എന്നൊക്കെ വിചാരിച്ച് ആയിരിക്കും നിങ്ങൾ മാറി നിൽക്കുന്നത്. കറന്റ്ലി അവർക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവരോട് ഒട്ടും സ്നേഹമില്ല, ഇപ്പം നിങ്ങൾ അവരെ മറന്നു, മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്നൊക്കെയാണ് അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി വിട്ടിട്ട് പോയിട്ട് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് വരെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പൂർണ്ണമായിട്ട് മൂവ് ഓൺ ചെയ്തു എന്നാണ് ഈ ഒരു പേഴ്സൺ കറന്റ്ലി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾ ഇവരെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് പർപ്പസ്ഫുള്ളി നിങ്ങൾ വളരെ ഹാപ്പി ആണെന്നും നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിൽ പോയെന്നും അല്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ഇവർക്ക്
ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പർപ്പസ്ഫുള്ളി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുണ്ടാവാം. അപ്പൊ ഇതൊക്കെ ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഈ രീതിയിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്. അപ്പം ആ ഒരു ചിന്തകള് നിങ്ങളുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അവർ വളരെയധികം ടെൻഷനിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരെ അത് ഒത്തിരി അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. അവർക്ക് ഒന്നാമത്തെ അവർക്ക് അറ്റൻഷൻ കിട്ടുന്നില്ല, രണ്ടാമത്തെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു, നല്ല രീതിയിൽ പോകുന്നു. ഇതാണ് അവർക്ക് ഏറ്റവും പ്രശ്നം. ഇതെല്ലാം ഇവർക്ക് വളരെയധികം പ്രശ്നങ്ങൾ കൊടുക്കുന്നു, ടെൻഷൻ കൊടുക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ചുറ്റിച്ചുകൊണ്ട് നടന്ന പേഴ്സണെ നിങ്ങൾ ഇവിടെ ചുറ്റിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. മേ ബി ഇത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം. പക്ഷെ നമുക്ക് വീണ്ടും ഈ ഒരു പേഴ്സന്റെ കറണ്ട് ഫീലിങ്സിലേക്ക് വരുമ്പോൾ ഇതാണ് ഇപ്പോൾ ഇവരുടെ ഒരു കറണ്ട് ഫീലിങ്സ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും നാൾ ഇവർ വെയിറ്റ് ചെയ്തു, ഇനി നിങ്ങൾ തിരിച്ച് അവരിലേക്ക് വരും എന്നൊക്കെ ഇവർ വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരുന്ന് എല്ലാം വെറുതെ വേസ്റ്റ് ആയി, ഇനി വരില്ല എന്നൊക്കെ മനസ്സിലാക്കിയ ഈ ഒരു പേഴ്സൺ ഇവിടെ ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇവർ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ടും, എന്നിട്ട് ഒരു പടി താന്ന് നിന്നുകൊണ്ട് നിങ്ങളെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാനായിട്ടും ഒരു വളരെയധികം ആഗ്രഹത്തോടെ ഒരു ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റീഡിംഗിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് കുറച്ച് ക്ലൂസ് ഇങ്ങോട്ട് എടുത്തേക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് ഗവൺമെന്റ് സർവീസ്. ഓക്കെ, 1988 വയനാട് ജില്ല, നമ്പർ 8, നമ്പർ 10. ലൈഫ് ചേഞ്ചസ്, ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാകാം. നമ്പർ 12, സെക്കൻഡ് സ്റ്റെഡ് ഇട്ടിട്ടുണ്ടാകാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. ലെറ്റർ F, ലെറ്റർ E, നമ്പർ 49, സോഷ്യൽ മീഡിയ, 2002, കൊല്ലം ജില്ല, 1987, മെസ്സി ഹെയർ സ്റ്റൈൽ, ലെറ്റർ P, ജൂൺ മന്ത്, എബ്രോഡ്, 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ടീ ലവർ, ഡാൻസ്, മ്യൂസിക്. ഈ ഒരു റിലേഷൻഷിപ്പിനും മ്യൂസിക്കിനും എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഷോർട്ട് ഹെയർ, റെയിൻബോ സൈൻസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് കാണുന്നുണ്ടാകാം എന്ന് വിചാരിക്കുന്നു. 1980 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ഗോൾഡൻ കളർ, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്, ഹോണസ്റ്റ്. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. 1975 ചെസ്, 1976 ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഒരു സമയമാകാൻ ചാൻസ് ഉണ്ട്. ക്രേസി, സോഷ്യൽ മീഡിയ വീണ്ടും നമുക്ക് കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടാവുക. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. 2005 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബേക്കർ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഗെയിമിംഗ്, 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. വൈറ്റ് കളർ, തൃശ്ശൂർ ജില്ല, 1977 സെപ്റ്റംബർ മന്ത്, നമ്പർ 32, 1986 നമ്പർ 22, ലെറ്റർ A, നമ്പർ 50, ലെറ്റർ H. Follow new trends, 2023, talkative, social worker, sense of humor. 1997 ഡ്രൈവർ, നമ്പർ 48, ടുമോറോ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.